നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി ഇവിടെ സജീവമായി തന്നെ നടക്കുന്നു. സ്ത്രീധനം എന്ന പേരിന് പകരം വിവാഹ സമ്മാനം എന്നറിയപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ അല്പം കൂടി ലളിതമായി. സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ വീണ്ടും വാർത്തകളായതോടെ ഈ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ഈ അടുത്ത് സ്ത്രീധനം നൽകാനാവാത്തതിന്റെ പേരിൽ സുഹൃത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹന അവളുടെ വേദന നമ്മളെ വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം തിരുവല്ലത്താണ് ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്തത് ഭർത്തൃ വീട്ടിലെ നിരന്തര പീഡന മൂലമെന്ന് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വണ്ടിത്തടം സ്വദേശി ഷഹന ഷാജിയാണ് ഇന്നലെ വൈകിട്ട് 4 ജീവൻ ഒടുക്കിയത്. യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് നൌഫലിനും ഭർത്തൃമാതാവ് സുനിതയ്ക്കുമെതിരെ കേസെടുത്തു. യുവതിക്ക് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് ഏറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും വീട്ടുകാർ പുറത്തുവിട്ടു. തിരുവല്ലം വണ്ടിത്തടം സ്വദേശി ഷഹനയും കാട്ടാക്കട സ്വദേശി നൌഫലും തമ്മിൽ 3 വർഷം മുൻപാണ് വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞതു മുതൽ തന്നെ ഭർത്താവും ഭർത്തൃമാതാവും ഷഹനയെ ശാരീരിക പീഡനത്തിന് ഇരയാക്കിയിരുന്നതായി ഷഹനയുടെ ബന്ധുക്കൾ പറയുന്നു. 75 പവനാണ് ഷഹനയ്ക്ക് സ്ത്രീധനമായി നൽകിയത്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം മുൻപ് ഭർത്തൃമാതാവിന്റെ പീഡനം സഹിക്കാനാവാതെയാണ് ഷഹന അവിടെ നിന്നിറങ്ങി 2 വയസ്സുള്ള കുഞ്ഞുമായി വണ്ടിത്തടത്തെ വീട്ടിലെത്തി താമസം തുടങ്ങിയത്. സഹോദരന്റെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഷഹനയും കുഞ്ഞിനെയും കൊണ്ടുപോകാനാണ് നൌഫൽ ഇന്നലെ ഷഹനയുടെ വീട്ടിലെത്തിയത്. എന്നാൽ പോകാൻ ഷഹന വിസമ്മതിച്ചതോടെ കുഞ്ഞുമായി നൌഫൽ അവിടെ നിന്ന് പോയി. കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഷഹന ശക്തമായി എതിർത്തെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് നൌഫൽ കുട്ടിയുമായി പോയത്. കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷമത്തിൽ മുറിയിൽ കയറി കഥകടച്ച ഷഹനയെ പിന്നീട് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷഹനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2021 മാത്രം 66 സ്ത്രീധന പീഡന മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 15,143 കേസുകൾ മാത്രം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ദിനം പ്രതി 18ലേറെ സ്ത്രീകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത്. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപേ നിയമം മൂലം സ്ത്രീധനം നിരോധിക്കപ്പെട്ടതാണ്. സംസ്ഥാന പോലീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടവയാണ്. 2010-21 വരെയുള്ള കണക്കെടുത്താൽ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻപാകെ രജിസ്റ്റർ ചെയ്ത 1096 സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമം എത്ര തന്നെ കണിശമായാലും സമൂഹം ഒരു കുറ്റകൃത്യത്തെ സാധുവാക്കിയാൽ അത് വീണ്ടും വീണ്ടും നടക്കുമെന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് സ്ത്രീധനം. സാംസ്കാരിക സംവേദനക്ഷമതയ്ക്കും ഇതിൽ ഒരു വലിയ റോളുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം എല്ലായ്പ്പോഴും അത് നിലനിൽക്കുന്ന സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിയമം കർശനമായപ്പോൾ പാരിതോഷികം എന്ന പേരിൽ ഈ അനാചാരം ഇന്നും തുടർന്നു പോരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മഹത്യകൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.